വെൽക്കം ടു fezuskitchen. ഇന്ന് നമുക്കൊരു ഓട്സ് വട ഉണ്ടാക്കിയാലോ. പരിപ്പ് വടയൊക്കെ പോലെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ചട്നി കൂടി ഉണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി നമുക്കൊരു 2 കപ്പ് ഓട്സ് വേണം. അപ്പോൾ ഈ ഓട്സ് ഒന്ന് ആദ്യം വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഈ ഓട്സ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി. ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊരു 3 മിനിറ്റോളം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു ബൗളിലോട്ട് മാറ്റാം. വറുത്തെടുത്തിട്ടുള്ള ഓട്സ് ഒന്ന് തണുത്ത് വന്ന ശേഷം ഇതിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു മീഡിയം സൈസ് വലിയുള്ളി ചെറുതായി കട്ട് ചെയ്തത്, ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത്, പിന്നെ ഒരു 2 പച്ചമുളക് എടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് എടുക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പില, ഒരൽപ്പം മല്ലിയില, ഒരു 2 ടേബിൾ സ്പൂണൊക്കെ മതി. ഇതെല്ലാം കൂടി ഞാൻ വേറൊരു വലിയ ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. മിക്സ് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് തൈര്, പിന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കരുത്. നമ്മളിതിങ്ങനെ പരത്തിയെടുക്കുന്ന ആ ഒരു പരുവത്തിലാകുന്നതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മളിത് പരത്തിയെടുക്കുന്ന മുമ്പ് കയ്യിലൊരൽപ്പം ഓയിലൊന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ കയ്യിലൊന്നും ഒട്ടി പിടിക്കാതെ കിട്ടും. എന്നിട്ട് നമുക്കിതിൽ നിന്ന് ഒരൽപ്പം എടുത്ത് ഇതൊന്ന് പരത്തിയെടുക്കണം. നമ്മൾ കട്ട്ലറ്റിനൊക്കെ പരത്തിയെടുക്കുന്ന ആ രീതിയിലാണ് ഞാനിപ്പോൾ ഇത് പരത്തിയെടുക്കുന്നത്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറിയൊരു കനത്തിലാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം പരത്തിയെടുക്കണം. ഞാൻ ഈ ഒരു അളവിൽ നിന്ന് ഒരു 26 പീസ് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിത് മുഴുവനായിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല, കുറച്ച് മാത്രം ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പുറം ഭാഗമൊക്കെ നല്ലൊരു ക്രിസ്പി ആയിട്ട് വരണം. ബാക്കിയുള്ളത് നമുക്ക് ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ ഒരു 2-3 ദിവസമൊക്കെ ഒരു കേടും കൂടാതെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ഫ്രീസറിലാണെങ്കിൽ 2 ആഴ്ച വരെയൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളത് കൂടി ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല ക്രിസ്പിയാണ്. ഇത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങാ ചട്നിയുടെ കൂടെ കഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതിനോടുകൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്